അനീഷിനെ കുറിച്ച് പരാതി പറഞ്ഞ ആൾക്കാരെ ഒന്ന് കൈപൊക്കാം. നമുക്ക് ആദ്യം ഇവിടുന്ന് തന്നെ തുടങ്ങാം. പോണി സത്യത്തിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലട്ടെ, ഇവിടെ വന്ന അന്ന് മുതൽ എനിക്കറിയാം ഈ 20 പേരും ഗെയിം കളിക്കാൻ വന്ന ആൾക്കാരാണ്. അത് പിന്നെ എന്റെ മനസ്സിൽ കളത്തിലില്ലാത്തതുകൊണ്ട് ഞാനുള്ളത് വെട്ടി തുറന്ന് പറയും. അതുകൊണ്ട് തന്നെ നിരവധി സംസാരങ്ങളും നിരവധി വഴക്കുകളും ഉണ്ടാകുമെന്ന് പറയും. ആണോ? ഭയങ്കര. എന്നാലും ഈ 19 പേർക്കും ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ഭക്ഷണം വിളമ്പുമ്പോഴാണെങ്കിലും വൈകുന്നേരങ്ങളിലാണെങ്കിലും ഒരു ഒത്തൊരുമ ഉണ്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മൂക്കി തൊടാ ഇങ്ങനെ തൊട്ടാ പോരെ, ഇങ്ങനെ ചുറ്റണോ? കാര്യം പറഞ്ഞ് തൊലയണ്ണ. പക്ഷെ അനീഷ് അങ്ങനെയല്ല ലാലേട്ടാ. ഈ 19 പേർക്കും അനീഷാണ് ഏറ്റവും വലിയ വീട്ടിലെ പ്രശ്നം. അവനെ ഈ നിമിഷം ഇവിടെ ഇറക്കി വിടണം. അവനൊരു കള്ള തിരുമാരിയാണെന്ന് എനിക്ക് അവനെ കണ്ടപ്പോഴേ മനസ്സിലായി. അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിന്ന് കളിക്കാന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല ലാലേട്ടാ, അങ്ങനെയല്ലേട്ടാ. അങ്ങനെയാണല്ലോ, അതല്ലേ ഒരു ഗെയിം. ശരിയാണ് ശരിയാണ്. കാര്യം നിങ്ങൾ വളരെ മോശമായിട്ടൊക്കെ അയാളെ തിരിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഒരാള് ഇത് വളരെ ഒത്തൊരുമയോടെ ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിച്ച് കളിച്ച് ചിരിച്ച് നടക്കാനുള്ള വീടല്ലത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇദ്ദേഹത്തിനോട് വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കുകയാണ്, അനീഷേ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ കൂടി നീ എന്നോട് ആരാടാ ഭക്ഷണം കഴിക്കാൻ ചോദിക്കാന്ന് പഠിച്ച് ഭയങ്കര ഇതാണല്ലേട്ടാ. നിനക്ക് വല്ല ഭ്രാന്ത് ഉണ്ടോടാ? എന്റെ വിഷമം പിന്നെ ഞാൻ ആരോട് പറയും? അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയുള്ള ഒരാളോട് പോയിട്ട് എന്തിനാണ് ഭക്ഷണം കഴിച്ചോ ചോദിക്കണേ? ഇല്ല, ഇനി ചോദിക്കില്ല ചേട്ടാ. അത് ഇല്ല, ഇനി ചോദിക്കില്ല ചേട്ടാ. അത് ഇല്ല, അയാളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ഞാൻ ഒരാളെ കുറിച്ച് എല്ലാം ഓക്കെ ഇല്ലേ? അയാൾക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാള് നീ ആരടാ ചോദിക്കാൻ ഓക്കെ. ഭയങ്കര കോമഡി സാറേ, ഭയങ്കര കോമഡിയാണ്. അയാൾ ഭക്ഷണം കഴിച്ചോണ്ടെങ്കിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നതിനാ? അപ്പൊ നിങ്ങൾക്കും അതിന്റെ ഒരു ഇന്റലിജൻസിൽ കളിക്കണം. ഇതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അതിനുള്ള ബോധം വേണം. വഴക്കുണ്ടാക്കിയിട്ടുള്ള മാർഗത്തിനേക്കാൾ വഴക്ക് ഇല്ലാതാക്കുമ്പോഴാണ്, അതായത് ശത്രുവിനെ മിത്രമാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചൂടായിട്ട് കാര്യമില്ല. തെളിക്കുന്ന വഴിക്ക് നടന്നില്ലെങ്കിൽ നടക്കുന്ന വഴിക്ക് തെളിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ഈ അടുത്ത പരിപാടി. ഇവിടെ ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.